അപ്പൊ പുതിയാപ്പിള വരികയാണ്, കല്യാണത്തിന് എല്ലാ സെറ്റപ്പ് റെഡിയാണ്. അമോഷൻ, അതുപോലെ തന്നെ കാദിയാറ്, ഹത്തീബ്, മംഗലത്തിലുള്ള ജ്യൂസ്, ലൈമ്, ഷുഗർ ഉള്ളവർക്ക് മോരും വെള്ളം ഒക്കെ റെഡിയാണ്, പന്തൽ റെഡിയാണ്. ഇനി എന്നേ വേണ്ടു, ഇനി പുതിയാപ്പിള വന്ന് കയ്യും പഠിച്ചൊന്ന് ആനയിച്ച് ഇവിടെ ഇരിക്കണം, നിക്കാഹ് കർമ്മം നടത്തി കൊടുക്കണം. അതിനുവേണ്ടി കാത്തിരിക്കുന്ന കല്യാണ വീട്. എല്ലാ ശ്രദ്ധയും എല്ലാ നോട്ടും എങ്ങോട്ടേക്കാണ്? ഈ നിക്കാഹിലേക്കാണ്. സുബ്ഹാനല്ലാഹ്. പുതിയാപ്പിള വന്നു, അമ്മോശൻ കൈ പിടിച്ചു, ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. അസ്സലാമു അലൈക്കും എന്ന് പുതിയാപ്പിള പറഞ്ഞപ്പോൾ അമ്മോശൻ മിണ്ടുന്നില്ല. പിന്നെ വേഗം കൊണ്ടുപോയി, ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പോയി. അദ്ദേഹം മരിച്ചുപോയി. എപ്പോ പുതിയാപ്പിള സലാം പറഞ്ഞു, ആ സലാം മടക്കാൻ സമയമില്ല. എന്നാലും അസ്രായില്ല, കല്യാണം കഴിഞ്ഞോട്ട് ബിരിയാണി വെച്ചല്ലേ, അത് കൊടുത്തിട്ട് എന്റെ മോളെ നിക്കാഹല്ലേ ഇന്ന്, ആ നിക്കാഹ് കഴിഞ്ഞിട്ട് എന്ന ഒരു ചാൻസ്, ഒരല്പം അങ്ങോട്ട് അഹർത്തനി ഇലാ യൗമിൻ, കുറഞ്ഞൊരു സമയത്തേക്ക്, അത് അസ്രായിലെ ഡിക്ഷണറിയിൽ ഇല്ല. ഉണ്ടോ മക്കളെ? ഇല്ല. ഒരു ദിവസം നമ്മുടെ ഹെഡ് അത് ഇടിക്കുന്ന സമയം എത്രയാണ്? നമ്മുടെ ഹാർട്ട് ഉണ്ടല്ലോ, അതിങ്ങനെ പൾസ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മളെന്തോടെ ഇരിക്കുന്നത്, അതിങ്ങനെ ഇടിക്കുന്നുണ്ടോ? അതിന് KSTV കറണ്ട് ഒന്നും ഇല്ല. എവരുടെ ബാറ്ററി കൊടുത്തിനോ? ഇല്ലല്ലോ മക്കളെ. ഇങ്ങനെ കറണ്ടിന് കിട്ടുന്നത് അത് 24 hour. നമ്മൾ അൽഫാം വിളുങ്ങുന്ന സമയത്ത് ഓരോ വർക്ക് തന്നെ ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. 1,35,000 പ്രാവശ്യം എന്റെയും നിന്റെയും ഹാർട്ട് ഒരു ദിവസം എന്താക്കുന്നുണ്ട്? ഇടിക്കുന്നുണ്ട്. 1,35,000 പ്രാവശ്യം ഒരു ദിവസം ഹാർട്ട് വിചാരിക്കാം. ഇന്നിപ്പോ ശനിയാഴ്ചയല്ലേ, ഇന്ന് കുറച്ചാണ്, ഒരു 5 കുറച്ചാണ്. എന്ത് ഹാർട്ട് ഒരു ദിവസം തീരുമാനിച്ചാൽ പറയുന്ന പേരാണ്. സ്കൂളൊക്കെ വന്നില്ലേനും സൈലന്റ് അറ്റാക്ക് എന്ന് പറയും. അത് 2 കുറഞ്ഞ്, അതുകൊണ്ട് തുമ്മിയ സമയത്ത് അൽഹംദുലില്ലാഹ് പറയണം. എന്തുകൊണ്ട്? ആ സമയം ഹാർട്ട് സ്റ്റോപ്പാണ്, ഇത് സ്റ്റോപ്പായി കിടക്കാണ്. അല്ലാണ്ട് നിങ്ങൾ കണ്ണില്ല അൽഹംദുലില്ലാഹ് പറയാം, തുമ്മി അൽഹംദുലില്ലാഹ്. അപ്പൊ ഇസ്ലാം പറഞ്ഞു തുമ്മി അൽഹംദുലില്ലാഹ് പറയണം. എന്തുകൊണ്ടാണ്? ആ ഒരു സെക്കൻഡിൽ മോനെ നിന്റെ ഹാർട്ട് സങ്കോചിച്ചിരിക്കുകയാണ്. അതേ പ്രവർത്തനം തുടരണമെങ്കിൽ ആര് തീരുമാനിക്കണം? ഖാലിഖുൽ മുലൂക്കായ റബ്ബിന്റെ തീരുമാനം ഇല്ലെങ്കിൽ ആ പറയുന്ന പേരാണ് സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. ഉസ്താദേ, ഇന്നൊരു കുഴപ്പമുണ്ടായിട്ടില്ല, സ്കൂളിൽ പോയിരുന്നു, ഹോംവർക്ക് ചെയ്തിരുന്നു, പഠിച്ചിരുന്നു, പക്ഷേ ഇന്ന് കാണുന്നത് പള്ളിക്കാട്ടിലാണ് എന്ന് പറയുന്ന ഏറ്റവും ഭീകരമായ രംഗം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആരോഗ്യം, എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹുവേ, ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ ആരോഗ്യം വേണം. അല്ലെങ്കിൽ യൂസുഫിലാക്കാണ് കാര്യക്കേണ്ടത്. എനിക്ക് വേറെ പൈസ ഉണ്ടാവണമെന്നില്ല. സാഗർ ഹോട്ടലിന്റെ ഉടമയുണ്ട്, അദ്ദേഹം ഹോട്ടൽ കാണാൻ വേണ്ടി വരുന്ന എങ്ങനെയാണെന്നറിയോ? സ്ട്രക്ചറിൽ കടന്നിട്ടാണ് പറഞ്ഞിട്ട്. എന്തിനു വേണ്ടി? അദ്ദേഹത്തിന് പാരാപാരം പോലെ കിടക്കുന്ന ഹോട്ടൽ സാമ്രാജ്യമുണ്ടെങ്കിലും ആ ഹോട്ടലിൽ ഒരു വെള്ളം കുടിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഇൻസുലിൻ കൊടുത്തുകൊണ്ട്, ഗ്ലൂക്കോസ് കൊടുത്തുകൊണ്ട് അയാൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ തൊണ്ടയിൽ കൂടി ഇറങ്ങാൻ കഴിയണം. പിന്നെ കാരണവർ പണ്ട് മണിപ്പാൽ കസ്തൂർബ ഹോസ്പിറ്റലിൽ അവിടെ ഒരു സമയത്ത് രോഗിയെ കാണാൻ വേണ്ടി പോയതാണ്. പക്ഷേ രോഗിയെ കാണാൻ പോയപ്പോൾ വണ്ടിയായിട്ട് ഒരു രോഗി ഒരാട്ടിൽ അഡ്മിറ്റായി. അപ്പൊ പെട്ടെന്ന് ഒരു ഇഞ്ചുറി കേസാണല്ലോ. അവർ പറഞ്ഞു റൂമൊക്കെ ഫുള്ളായി പോയി. നമ്മളെന്ത് ചെയ്യാം? അവർ ലാസ്റ്റ് പറഞ്ഞു സത്യസായി ബാബയുടെ ഒരു ഹോസ്പിറ്റൽ അപ്പറുണ്ട്, സത്യസായി ബാബ. അതിന്റെ കൂട്ടത്തിൽ പേരുണ്ട് സത്യസായി ബാബ ക്യാൻസർ സെന്റർ എന്നാണ്. അവിടെ വേണമെങ്കിൽ റൂം കിട്ടും, അവിടത്തേക്ക് മാറിക്കൊന്നുണ്ട്. താൽക്കാലികമാണ്, പെട്ടെന്ന് ഇവിടെ ലഭ്യമല്ല. അങ്ങനെ നമ്മൾ അവിടെ റൂം എടുത്ത് അവിടെ താമസിച്ചു. റൂം എന്ന് പറഞ്ഞാൽ ഒറ്റ റൂമല്ല, ഒരു വാർഡാണ്. ആ വാർഡിൽ തന്നെ 50 രോഗികളുണ്ട്, നിരന്ന് കിടക്കാണ്. ഞാൻ ആ സമയം 10ാം ക്ലാസ് പഠിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്, ഈ കിടക്കുന്ന 50 രോഗിയിൽ തൊണ്ടയിൽ കൂടി ഭക്ഷണം കഴിക്കുന്ന ഒറ്റ രോഗിയേ ഉള്ളൂ, നമ്മുടെ കാരണവർ മാത്രം. തൊണ്ടയിൽ കൂടി ഭക്ഷണം കഴിക്കുക, ഇത് സിമ്പിൾ വഴിയല്ലേ? ഈ വഴിയിൽ കൂടി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു സൗഭാഗ്യ. അതില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ എന്നിട്ട് ഇതിന്റെ താഴെ ഒരു ഹോൾസ് ഉണ്ടാക്കിയിട്ട് കീമോ ചെയ്തിട്ട് അവിടെ ഹോൾസ്, റേഡിയേഷൻ കൊണ്ട് ഹോൾസ് വെച്ചു. അതിലേക്ക് നമ്മൾ ഈ ബേസിന്റെ ഒക്കെ പൈപ്പില്ലടോ, അത് ഇറക്കും പോലെ ഒരു പൈപ്പ് മേൽപോട്ട് ഇറക്കിയിട്ട് കഞ്ഞിയും ചോറൊക്കെ ജ്യൂസ് മോഡലാക്കിയിട്ട് അതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാണ്. തൊണ്ട അറിയില്ല, ടേസ്റ്റ് അറിയില്ല, ഡയറക്റ്റ് അണ്ടാശയത്തിലേക്ക് സാധനം പോകുന്ന ആ 49 രോഗികൾ ആ ഒരൊറ്റ വാർഡിൽ മാത്രം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ക്യാൻസർ വരാൻ മദ്യപിക്കേണ്ട ആവശ്യമൊന്നുമില്ല,
അല്ലെങ്കിൽ ലഹരിക്ക് അടിമയാവേണ്ട ആവശ്യമില്ല. എൻ്റെ ഒരു കുടുംബക്കാരൻ കാതർക്ക ഇവിടെ ഉണ്ടായിരുന്നു, MBR ഉണ്ടായിരുന്നു. MBR അടുത്താണല്ലോ MBR ഹോസ്പിറ്റൽ. അവിടെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയപ്പോൾ 2 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ടുപോവാണ്. എന്തിനാണ്? അതങ്ങനെ തന്നെ കരിഞ്ഞു പോയിട്ട് ആ ഭാഗത്തേക്ക് ഇലക്ട്രോണിക് ന്യൂട്രോണെ കടത്തിയിട്ട് ആ ഭാഗത്തെ കത്തിച്ച് കളഞ്ഞ് അതിനെ ഉരുക്കി കളികളാണ് കീമോതെറാപ്പി എന്ന പേരിലേക്കും. അള്ളാഹു എപ്പോഴും ആലോചിക്കുക, അള്ളാഹുടെ വീട്ടിൽ ക്രിസ്ത്യല്ലോ നമ്മുടെ ജ്ഞാനവരൊക്കിക്കില്ലാലോ എന്ന് ആലോചിക്കുന്നവരുണ്ടാവും. ഏറ്റവും വലിയ സമ്പത്ത് അള്ളാഹു തന്നത് നമ്മുടെ ആരോഗ്യമാണ്. വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ടോ? അത് പുറത്തേക്ക് പോകുന്നുണ്ടോ? ഈ സിസ്റ്റം റെഡിയാണോ? ഇത് അള്ളാഹു തആല തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഈ സൗഭാഗ്യത്തെ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അള്ളാഹു ആഫിയത്ത് മരണം വരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നിയമത്തെ നമുക്ക് അള്ളാഹു തന്നു. അതിന്റെ പുറമെ ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് 4 സെക്കൻഡ് കഴിഞ്ഞാൽ ഒരു കുട്ടി ലോകത്ത് മരിക്കുന്നുണ്ട്. അതാണ് കണക്ക്, യുനെസ്കോന് കണക്കാണത്. 4 സെക്കൻഡ് കഴിഞ്ഞാൽ ലോകത്തൊരു കുട്ടി മരിക്കുന്നുണ്ട്. എന്താ കാരണം? നിങ്ങൾ പഠിച്ചു നോക്കിയോ? എന്താ അതിന്റെ കാരണം? 4 സെക്കൻഡ് കഴിയുമ്പോൾ ലോകത്തൊരു കുട്ടി മരിക്കുന്നതിന്റെ കാരണം എന്താ? റീസൺ യുനെസ്കോ പറഞ്ഞത് ക്യാൻസറോ ട്യൂമറോ ആക്സിഡന്റോ അല്ലെങ്കിൽ പനിയോ മറ്റെന്തെങ്കിലും അസുഖമല്ല. 4 സെക്കൻഡിൽ ലോകത്തൊരു കുട്ടി മരിക്കാനുള്ള കാരണം പട്ടിണിയാണ്. പട്ടിണി, ഭക്ഷണം ഇല്ലാതെ. സങ്കല്പിച്ച് നോക്കിയാട്ടെ, ഒരാളെങ്കിലും നമ്മുടെ നാട്ടിൽ ഭക്ഷണം കിട്ടാതെ മരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇന്ന് ഞാനിപ്പോ ക്ലാസ് തുടങ്ങി 1 മണിക്കൂറായി, 60 മിനിറ്റ് അല്ലേ? ഈ മിനിറ്റിൽ എത്ര കുട്ടി മരിച്ചു? 1 മിനിറ്റിൽ 4 കുട്ടികൾ പറഞ്ഞത് 1 സെക്കൻഡിൽ 4 സെക്കൻഡിലും. അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടി മരിച്ചു? ഈ ക്ലാസ് നടക്കുമ്പോൾ തന്നെ 100 കുട്ടികൾ മരിച്ചുപോയില്ല. എന്താ കാരണം? പട്ടിണി. ചിന്തിച്ചൊക്കെയാട്ടെ, അതെങ്ങനെ സ്യൂട്ടബിൾ ആണ് നമുക്ക്? ഭക്ഷണം കഴിക്കാനില്ലാത്തോണ്ട് എടോ ഈ കുഞ്ഞുമോനെ എടുത്തു കൊണ്ടുവന്ന് മോനെ തിന്ന് യൂട്യൂബ് കാണിച്ചു കൊടുത്ത് എങ്ങനെയെങ്കിലും ഉന്തിക്കയറ്റുന്ന ഉമ്മ. അലച്ചിക്കട്ടെ നമ്മളെ വീട്ടിൽ രംഗം ഒന്ന് ഇതാ നോക്ക് മുട്ടാപ്പി ഇതാ ബെണ്ട പോന്ന്. അന്നേരം ചെറിയൊരു ഉരുള, ഒരു ചെറിയ വെള്ളം, ഒരു മുറുക്ക്, അത് അമർത്തി താഴ്ത്താൻ വേണ്ടി ടാബ് കാണിച്ചു, ഫോൺ കാണിച്ചു, LED സ്ക്രീനും കാണിച്ചു കൊടുത്തു. എങ്ങനെയെങ്കിലും ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കുത്തി കയറ്റണം. അപ്പോഴാണ് ലോകത്ത് 4 സെക്കൻഡിൽ കുട്ടി മരിക്കാനുള്ള കാരണം തന്നെ ഇത് കിട്ടാത്തതുകൊണ്ട്, ഫുഡ് കിട്ടാത്തതുകൊണ്ട് അങ്ങനെ മരിക്കുന്നുണ്ട് ലോകത്ത്. അല്ലാഹു തആല തന്ന അനുഗ്രഹം. ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കിട്ടാത്ത ആരുമില്ലല്ലോ. ചിലപ്പോൾ കഴിക്കാത്തവരുണ്ടാവേ, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നാസ്തിന് എത്ര കഴിച്ചിട്ടുണ്ട്, ഇനി വൈകിട്ട് പോയി കഴിച്ചാൽ മതി എന്നല്ലാതെ ഭക്ഷണം കഴിക്കാതെ മരിച്ചൊരു കുട്ടിയെങ്കിലും കണ്ണൂർ കോഴിക്കോട് ജില്ലയിലുണ്ടോ മക്കളെ? അല്ലാഹു സുബ്ഹാനഹു തആല ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഉമ്മത്ത് അവിടെ നിന്നാണല്ലോ ആരംഭിക്കുന്നത്. ഈ ഉമ്മത്തിന്റെ നേതാവ് റസൂലുള്ളയാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നിട്ട് ചോദിക്കുകയാണ്, ആയിഷ ഫുഡ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ആയിഷ ചിരിച്ചുകൊണ്ടിരിക്കുന്ന നബിയെ എന്തിനായി പറയുന്നത്? ഡൈനിങ് ടേബിൾ കാത്തിരിക്കുക ഫുഡ് എടുക്കാൻ വേണ്ടി. ആയിഷ ചോദിച്ചു, നബിയെ ഇവിടെ അടുപ്പിൽ തീ കാത്തി എത്ര ദിവസമായി? ഇങ്ങനെ ചോദിച്ചിനോ? ഇവിടെ വിറക് വേണ്ടി എത്ര കാലായി? എത്രയും നബിയെ ഇവിടെ വിറക് കത്തിയ 3-4 മാസമായി. പിന്നെ ഭക്ഷണം നബി അങ്ങനെ ചോദിക്കാറില്ലല്ലോ. എന്നാലും നിബിതങ്ങൾ ചിലപ്പോ അത് ചോദിച്ചു പോയതാ. എന്നാലും സാരയില്ല. ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യം ആസ്ഥാനത്ത് നിന്ന് കണ്ടപ്പോൾ തങ്ങൾ ആ വീട് വിട്ട് പുറത്തേക്ക് മെല്ലെ ഇറങ്ങി. അങ്ങനെ മദീന മണൽപ്പരപ്പിൽ കൂടി രാത്രിയുടെ യാമങ്ങളിൽ ആരുമില്ലേ, എല്ലാവരും ഉറങ്ങി. അങ്ങിങ്ങായിട്ട് ചെറിയ വെളിച്ചം കാണുന്നുണ്ട്, ആരുമില്ല. അങ്ങനെ നടന്ന് എങ്ങനെ കണ്ടാലോ ചിലപ്പോ ഏതെങ്കിലും യാത്രാസംഘം പോകുന്നുണ്ടാവും. ആ യാത്രാസംഘത്തിന്റെ കയ്യിൽ ചിലപ്പോ എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടാവും, ഗോതമ്പിന്റെ പൊടിയിലുണ്ടാവും, അത് ചോദിച്ചു വാങ്ങാലോ എന്ന അർത്ഥത്തിൽ നബി ഇങ്ങനെയൊന്ന് കറങ്ങിയതാ. അപ്പൊ ദൂരെ നോക്കുമ്പോ ചെറിയൊരു മിന്നായ വെളിച്ചം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതാരാ? അബൂബക്കർ ഒരാള്. ഈ സമയത്ത് പാതിരാ സമയത്ത് സ്വഹാബികൾ കടന്നുറങ്ങുമ്പോൾ ഒരാള് തിരിച്ച് ഇങ്ങോട്ട് വരികയാണ്. അയാൾ മെല്ലെ അടുത്തേക്ക് വന്ന് നബി ചെറിയ വെളിച്ചായിട്ട് അങ്ങോട്ടേക്ക് പോയി. അടുത്ത് കണ്ടുമുട്ടിയപ്പോൾ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആരാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ശരിക്കും നോക്കി അലി ഇബ്നു അബീ ത്വാലിബ്. ആരാ അലി അബീ ത്വാലിബ്? നബിന്റെ പുതിയാപ്പടല്ലേ?
മോളെ ഭർത്താവല്ലേ? സംശയം പോലെ നബിന്റെ പുതിയാപ്പിള ഇപ്പൊ അടിമവിധ അമ്മോശൻ, ഒരു പുയ്യാപ്പിള അമ്മോശൻ കണ്ടുപിട്ട സമയപ്പഴ രാത്രി 2 മണിക്ക് ചോദ്യം ചോദിച്ച് നബി അങ്ങോട്ട്, എന്താ പോലെ ഇങ്ങനെ രാത്രി ഇറങ്ങി അടുക്കുന്നത്? അപ്പൊ തിരിച്ചങ്ങോട്ട് ചോദിക്കാലോ, നിങ്ങളെന്താ ഇറങ്ങി അടുക്കുന്നത്? നിങ്ങൾ രാത്രിയിലാ പോകുന്നത്. അപ്പൊ പിന്നെ അത് ചോദ്യത്തിന് പ്രസക്തിയില്ല. ഏതായാലും അലി നബി തങ്ങൾ മോഹൻ കണ്ടപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായി, അത് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അലി നബി താലിബ് പറഞ്ഞു, എന്തെങ്കിലും കിട്ടിയെന്ന് വെച്ച് നബിയോട്. നബി പറഞ്ഞു, അനക്കൊന്നും കിട്ടിയില്ല, എനിക്കൊന്നും കിട്ടിക്കണ്ട പറ, രണ്ടാർക്കൊന്നുമില്ല, ഇന്ന് രാത്രി ഒന്ന് കഴിയണ്ടേ. ഇങ്ങനെ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പം പറഞ്ഞു നബിയെ, അതൊന്നും ഇല്ല, പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഫാൻ കാറ്റ് കുറഞ്ഞോണ്ടോ, അല്ലെ എ സിന്റെ ബില്ല് വന്നോണ്ടോ, അല്ലെ വൈഫൈ അടക്കാത്തോണ്ടോ? ഫാത്തിമ ബില്ല് വൈഫൈ അടക്കാത്തോണ്ടാണോ? കണക്റ്റാകുന്നില്ല, ലിങ്ക് കിട്ടുന്നില്ല, ഇതിങ്ങനെ തിരിയുന്നതാണ്. അലി നബി താലിബ് നിങ്ങളോട് പറയാണ്, നിങ്ങളൊന്ന് റീചാർജ് ആക്കാത്തത്, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഒന്നും പോസ്റ്റാൻ പറ്റുന്നില്ലല്ലോ. ഇങ്ങനത്തെ ഒരു കാരണമാണോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കണ്ടത്? ഒരു കാരണമില്ല, ഒറ്റ കാരണം, നബിയേ. അവിടുത്തെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ നബി തങ്ങൾ അലി നബി കയ്യും പിടിച്ചിട്ട് പറഞ്ഞു, നമുക്കൊന്ന് പോയി നോക്കാം അവിടത്തേക്ക്. ഒന്ന് അവിടെ വരെ പോവില്ല നമ്മള്. അവിടെ മോളെ വീട്ടിൽ ഉപ്പ വരൂലേ? എന്തെല്ലാം ഉണ്ടാവും, ബേക്കറി വേറെ, നേന്ത്രപ്പഴം വേറെ, ബിസ്ക്കറ്റ് വേറെ, മുട്ടായി വേറെ, കുഞ്ഞുങ്ങൾക്ക് അത് വേറെ കൊടുക്കണം. ഇതെല്ലാം വാങ്ങിയിട്ട് ഉപ്പ പോകും മോളെ വീട്ടിലേക്ക്. ആരംഭ നേതാവിന്റെ സ്വന്തം മോളെ വീട്ടിലേക്ക് പോവാ, പുയ്യാപ്പിള കയ്യും പിടിച്ചിട്ട്. അപ്പൊ പുയ്യാപ്പിള നബിയെ ഇപ്പം പോകണ്ടെന്ന് പറഞ്ഞു, അങ്ങോട്ടേക്ക് ഇപ്പം പോകണ്ട, അതിന്റെ എന്റെ മോളെ വീട്ടിൽ എനിക്ക് പോയിക്കോട്ടെ. പക്ഷെ അവിടുത്തെ അവസ്ഥ കണ്ടെത്തി നബിക്ക് ഒരു വേദനയായാലോ, നിങ്ങൾ എന്നെ കെട്ടിച്ചു തന്നില്ല, അപ്പൊ ഞാനല്ലേ നോക്കേണ്ടത്. അപ്പൊ ഒരു വേദന കൊണ്ട് അടിയൊക്കെ പറഞ്ഞാണ്, പോകണ്ടെന്ന അർത്ഥത്തിനല്ല. ഏതായാലും റസൂലുള്ള അലി ബിൻ അബീ താലിബ് തങ്ങളെ കയ്യും പിടിച്ച് മെല്ലെ നീങ്ങി എന്ന് പറഞ്ഞൊരു ബംഗ്ലാവൊന്നുമല്ല, ഈ തപ്പന മട്ടലുകൊണ്ട് കെട്ടി ഈന്തോല കൊണ്ട് മേഞ്ഞുണ്ടാക്കി ചെറിയൊരു കുടില്, ആ കുടിൽ ചെറിയൊരു വിളക്ക്, അതിങ്ങനെ കത്തുന്നുണ്ട്. മെല്ലെ വീട്ടിലേക്ക് പോയപ്പോ രാത്രിയുടെ ഇരുണ്ട യാമത്തിൽ സൂറത്തുൽ ഹുജറാത്തിന്റെ ആയത്തുകൾ പൊന്നുമോൾ ഇങ്ങനെ ഓതുകയാണ് ഫാത്തിമ ബീവി. ഫാത്തിമ ബീവിയെ കാണാൻ വേണ്ടി പോയ സമയത്ത് വീട്ടിൽ ഒട്ടകത്തെ കെട്ടിയൊരു കയറുണ്ടായിരുന്നു. ഒട്ടകത്തെ കെട്ടിയിടുന്ന ഒരു കയറ്, ആ കയറ് കാണുന്നില്ല. ആ കയറ് ഇവിടെ പോയി നോക്കുമ്പോ ആ കയറ് ഫാത്തിമ ബീവി ഒട്ടകത്തിന്റെ കഴുത്തുനിന്ന് അഴിച്ചു കൊണ്ടുപോയിട്ട് പൊന്നാര ബീവി വയറ്റത്ത് വലിച്ച് മുറുക്കി കെട്ടിയിരിക്കുക. വയറ്റത്ത് വലിച്ച് മുറുക്കി കെട്ടിയിട്ട് അതിന്റെ മറുതല ശക്തിയുള്ള ജനവാതിൽ കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. എന്തിനാണ് ഈ ബെൻഡിങ്, എന്തിനെ കൂട്ടിക്കെട്ടിയത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ ഫാത്തിഹ ഓതി ഖുർആൻ ഇങ്ങനെ ഓതല്ലേ, വയറ്റിലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തായോട്ട് വീഴുന്ന് പേടിച്ചിട്ട് ഈ കയറ് കെട്ടിയിട്ട് ഫാത്തിമ ബി ഇങ്ങനെ നിസ്കരിക്കുക. ഒരു പരാതിയില്ല ഭർത്താവിനോട്, ഒരു പ്രശ്നമില്ല, ഭക്ഷണമില്ല, ഫുഡില്ല. എന്നാലും ആ കൈ കെട്ടി തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ശേഷം ഫാത്തിഹ ഓതി ഖുർആനിന്റെ സൂറത്തുകൾ ഓതി നിസ്കാരം ഇങ്ങനെ പൂർത്തിയാക്കിയാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മെല്ലെ ചോദിച്ച അലി ബിൻ അബീ താലിബിനോട്, എൻ്റെ മോൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല. പിന്നെ നമ്മുടെ 2 പേരക്കുട്ടികളില്ല, ആരാ? ഹസൻ ഹുസൈൻ അല്ലെ, നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നബിതങ്ങൾ ജുമുഅക്ക് ഖുതുബ ഓതുമ്പോഴല്ലേ പള്ളിയിലേക്ക് വന്ന് 2 മക്കളും. നബി ഖുതുബ മായസറുൽ മുസ്ലിം അത് വിളിച്ചു പറയുമ്പോ ആരാ വന്ന്? 2 ചെറിയ മക്കൾ പള്ളിക്കാരി വന്ന് അവിടെ കുത്തിരിക്കുകയാണ്. തങ്ങളെന്താ, ഞാൻ നേതാവല്ലേ, ഞാൻ പ്രവാചകനല്ലേ, ഖുതുബ ഓതിയോ? ഇല്ല. ചരിത്രം പറയുന്നു തങ്ങൾ ഖുതുബ നിലത്തേക്ക് വന്ന് കുഞ്ഞുങ്ങളെടുത്തു. അതാ ഇസ്ലാം എന്ന് പറഞ്ഞാല്. പുറത്തുകാരിയില്ലേ, നമ്മൾ നിസ്കരിക്കുമ്പോൾ പായ കുഞ്ഞുങ്ങളെ തപ്പിക്കല അന്റെ നിസ്കാരം നിൽക്കുന്ന കുഞ്ഞുമോയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കുമ്പോൾ മേത്തക്കായി കടന്ന് 2 ആളും. ഹസൻ ഹുസൈൻ ആനക്കുട്ടി, പോട്ടെ ആന പോട്ടെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ എണീറ്റിട്ട് 2 വാക്ക് എറിച്ചോയോ? ഇല്ല. സുജൂദ് തന്നെ കടന്നു. മക്കൾ കളിച്ചോട്ടെ, ഓരോ കടി കഴിയട്ടെ, എന്നിട്ട് മതി വാക്കിയല്ലോ, എന്നിട്ട് മതി എഴുന്നേൽക്കല്. ഇത് റസൂലുള്ളാഹിന്റെ ദീനാണ്. ആരംഭ റസൂൽ ചോദിച്ചു അലി ബിൻ അബീ താലിബിനോട്, എടാ 2 മക്കളെടുത്ത് ചോദിച്ചു. ഏതാ മക്കൾ? ഹസൻ ഹുസൈൻ. അപ്പോ അപ്പുറത്തെ റൂമിലേക്ക് പോയി. അപ്പുറത്തെ റൂം തുറക്കണമെങ്കിൽ AC റൂമായതുകൊണ്ട് കുറച്ച് കട്ടിയുണ്ടാവും ഡോറല്ലോ. ഒരു ചാക്ക് നീക്കിയാൽ മതി മക്കളെ. ഒരു ചാക്ക് നീക്കി അപ്പുറത്തെ റൂമായി. ഒരു ചെറിയ മടലുകൊണ്ട് കെട്ടിയ റൂമാണ്. അവിടെ നോക്കുമ്പോണ്ട് LY ഷേപ്പിൽ 2 മക്കളിങ്ങനെ ഉറങ്ങാം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട്. റസൂൽ നോക്കുമ്പോൾ ആ 2 മണലും നനഞ്ഞിട്ട് കട്ടിയായിട്ടുണ്ട്. അവിടെ തലവെച്ച സ്ഥലം ഉണ്ടല്ലോ, കാണില്ലേ, ഈ മണലിൽ തലവെച്ചിട്ട് അവിടെ കട്ടിയായിട്ടുണ്ട്. അപ്പോൾ കണ്ണുനീര് വന്ന് അവിടെ ഉറച്ചു പോയതാ.
അപ്പൊ റസൂലുള്ള പേരക്കുട്ടി കാണുമ്പോൾ ഏത് ഉപ്പാപ്പാക്ക് മനസ്സിൽ വേദന ഉണ്ടാവുമല്ലോ, മെല്ലെ ആ മക്കളെ മേനിയിൽ കൈവെക്കുമ്പോ അരീത്തങ്ങൾ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു നബിയെ വേണ്ട 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 തൊടണ്ട. അപ്പൊ എന്തേ നേരത്തെ തന്നെ കരച്ചിലേ കുറേ കരഞ്ഞ് എന്നിട്ട് ഫാത്തിമ ബീബി എന്താക്കി രണ്ടാളെ കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞു, മക്കൾക്ക് വല്യുപ്പാന്റെ കഥ കേൾക്കണ. നമ്മുടെ വല്യുപ്പും നമ്മളത്ത് ബീബി പണ്ട് ആടിനെ വെക്കാൻ വേണ്ടി പോയ സമയത്ത് ജിബിരിയിൽ വന്നു, ഹൃദയം മുറിച്ച് ചരിത്രം ഇങ്ങനെ പറഞ്ഞ് ആ കഥ ഇങ്ങനെ കേട്ട് ഉറങ്ങിപ്പോയി. സംഗതി നമുക്കൊരു കഥയില്ല, ഫുഡ് ഇവിടെ കൊടുക്കാനില്ല. ആ കഥ കേട്ട് ഉറങ്ങിയതാ. ഇനി വിളിച്ച ഫസ്റ്റ് ചോദിക്കും ഉപ്പ ഫുഡ് എത്ര ഭക്ഷണം കൊണ്ടുവന്ന. ആ വലിയപ്പയാണല്ലോ എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്നെങ്ങാനും മക്കൾ പറഞ്ഞാൽ ഇവിടെ കൊടുക്കാൻ ഒന്നുമില്ല. ഒരു വെള്ളം ഉണ്ടെങ്കിൽ അത് ഫാത്തിമ കുടിക്കും, അവള് കുടിച്ചു. അവിടെ ഒന്നുമില്ല, അവളുടെ അവർ എഴുതേക്കണ്ട, അവർ ഉറങ്ങിക്കോട്ടെ, രാവിലെ എന്തെങ്കിലും ഒരു പരിഹാരമാവും എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പരിഹാരമാക്കി കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൻ്റെ ചിത്രമാണിത്. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഭാഗ്യത്തെ എവിടെയെങ്കിലും എന്തിനെങ്കിലും ഒരു പ്രതിസന്ധി നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും വാങ്ങിത്തരാതിട്ടുണ്ടോ? ഐഫോൺ ഇപ്പം തന്നെ വാങ്ങിത്തരൂ, ചിലപ്പോ അതിന് പ്രശ്നം നിലവിലുണ്ടാവും അല്ലേ? സാധാരണ പണം കിട്ടിയിട്ടില്ലേ അല്ലേ? പിന്നെ ബൈക്ക് വെട്ടത്തിൽ കൊന്നില്ലേ, രണ്ടാളും ഉപയോഗിച്ചാൽ മതി, വേറെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാറിപ്പം വേണ്ടല്ലോ, ഫുഡ് കിട്ടാത്ത പൊരയൊന്നുമില്ലല്ലോ, വെള്ളം കിട്ടാത്ത വീടില്ലല്ലോ, പട്ടിണി കടന്നിട്ടില്ലല്ലോ, ലോകത്ത് 4 സെക്കൻഡിൽ കുട്ടി മരിച്ചുകൊണ്ട് ഗതികേട് വന്നില്ലല്ലോ. തിരൂര് ബസ് സ്റ്റാൻഡിൽ അന്യസംസ്ഥാന തൊഴിലാളി ഇങ്ങനെ ഛർദ്ദിച്ച് കിടക്കുമ്പോൾ പോലീസുകാർ വന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അപ്പോൾ അയാൾ പറഞ്ഞ് ആസാമെന്ന് വന്നതാണ്. എവിടെ? ജോലിക്ക് വന്ന്. കേരളത്തിൽ ജോലി എന്ന് പറഞ്ഞ് ഇവർ കൂട്ടിക്കൊണ്ടുവന്ന എൻ്റെ സ്പോൺസറെ കാണുന്നില്ല, ഞാൻ കൊണ്ടുവന്ന് പൈസയും തീർന്നു പോയി. അങ്ങനെ ഞാനിങ്ങനെ തിരൂർ ടൗണിൽ കൂടി ഇങ്ങനെ നടക്കും, ഹോട്ടലിൽ മുമ്പ് പോകും. അപ്പോൾ ഹോട്ടലിൽ മുമ്പ് ലാസ്റ്റ് ഹോട്ടൽ അടക്കുമ്പോൾ ഞാൻ ചോദിക്കും ബൈനോട് എന്തെങ്കിലും ഫുഡിന് അയാളുടെ ഭാഷ സംസാരിക്കും. ഹോട്ടലിൽ പറഞ്ഞ് തട്ടിപ്പാന്ന് പറയും, അങ്ങനെ പുറത്താക്കും. അങ്ങനെ 4 ദിവസം എന്നെ പുറത്താക്കി, തട്ടിപ്പാന്ന് പറഞ്ഞിട്ട്. ഞാൻ തട്ടിപ്പാ പോലും. അങ്ങനെ ലാസ്റ്റ് എനിക്കൊന്നും കഴിക്കാനില്ല, ഒരാളോട് ചോദിക്കാൻ പറ്റൂല. കാരണം ഞാൻ കാണുമ്പോൾ ആരോഗ്യവാനാണ്, എനിക്ക് പണിയില്ല, പണി ആയി കിട്ടില്ല, തിരിച്ചു പോകേണ്ട പൈസയില്ല. അവസാനം ഞാൻ തിരൂര് ബസ് സ്റ്റാൻഡിലെ ഒരു ജീപ്പ് അടിച്ച് ചത്തുപോയ ഒരു പൂച്ച ഉണ്ടായിരുന്നു. ഇവിടെ പട്ടിണി എന്നുള്ള സാധനതാണ്, നമ്മൾ ഇതിൽ അനുഭവിക്കുന്ന ഒരു സാധനം. പൂച്ച ചത്ത് കിടക്കുക. ഈ ആസാമിയായ അന്യസംസ്ഥാന തൊഴിലാളി അതിനെടുത്തു കൊണ്ടുപോയി ആരും കാണാതെ പല്ല് കൊണ്ട് അതിൻ്റെ തോല് വരച്ച് അതിന് ഇറച്ചി വന്നു. തലക്കാലം വിശപ്പടക്കി. പിന്നീട് ആ ചത്ത് 2 ദിവസം ആയതുകൊണ്ട് അതിൻ്റെ എഫക്റ്റ് ഉണ്ടായി, ഛർദിയായി, പുറത്തേക്ക് വന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. ഇപ്പം നമുക്കത് കാണുമ്പോൾ അറുപ്പ് തോന്നുന്നുണ്ട്, പക്ഷെ 2 ദിവസം പട്ടിണിയാൽ ചത്ത പൂച്ചേൻ്റെ എലിയൊക്കെ നമ്മൾ തിന്നേണ്ടി വരും. അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് ഈ സൗഭാഗ്യം തന്നു, ഒരു കുഴപ്പമില്ല, ആരോഗ്യത്തിന് കുഴപ്പമില്ല, രോഗമില്ല, ഈ ആഫിയത്ത് മരണം വരെ ഉണ്ടാവണം എന്ന് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ മക്കളെ അവസാനമായിട്ട് പറയുന്ന ഒറ്റൊരു കാര്യം, നമുക്ക് സ്വർഗത്തിൽ പോകണം. അതിനല്ലേ ഇവിടെ ചേർന്നത്, അതിന് ചേർന്നവരല്ലേ, അല്ലാതെ വേറെ എന്ത് വിചാരിച്ചു ചേർത്തൊരു കാര്യമില്ല കേട്ടോ. ഓർക്ക് പിന്നെ ഇതിങ്ങനെ മുന്നോട്ട് കുറച്ച് പ്രയാസമായിരിക്കും. ഏതായാലും നമുക്ക് വേണ്ടത് ആ സ്വർഗം കിട്ടണം. അതിന് ഏറ്റവും നല്ല എളുപ്പ വഴി ഒന്നേ ഉള്ളൂ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ അല്ലേ? നമ്മുടെ ഉമ്മ മരിച്ചുപോയുള്ള അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. ഈ ഉമ്മയാണ് രാത്രിയിൽ കണ്ടൊഴിച്ചുകൊണ്ട് ഉറക്ക് ഞെട്ടി ഉണർന്നേണ്ടി വന്നത്. ഉറങ്ങാൻ സമ്മതിക്കൂല. ഒരു കുട്ടിയായെത്തില്ല, എനിക്ക് ഒരു മോളുണ്ട്. രാവിലെ കടന്നുറങ്ങും. ഉമ്മ ഉറങ്ങുമെന്ന് കണ്ടാൽ എഴുന്നേൽക്കും. ഉമ്മ ഉറങ്ങുന്ന ഒറ്റ എഴുന്നേൽക്കില്ല. ഒറ്റ ലക്ഷ്യമുള്ളൂ, ഉമ്മാനെ ഉറപ്പ് കൊളാക്കുക. അതങ്ങനെ രാവിലെ വരെ ഉണ്ടാവും. രാവിലെ ഉമ്മ പണിക്ക് പോകുമ്പോൾ കടന്നുറങ്ങും, പിറ്റേന്ന് രാത്രി പിന്നെ ആരംഭിക്കുന്നു. ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മളെ പോറ്റി വളർത്തിയ ഉമ്മയോട് നമ്മൾ ഇന്നത്തെ ഈ ന്യൂജൻ കാലഘട്ടത്തിൽ എല്ലാവരും തിരക്കിലാണ്. നമ്മളിപ്പോൾ മൊബൈൽ ഫോണിൽ സ്കൂളിൽ കൊണ്ടുവരാത്തതുകൊണ്ട് ഭാഗ്യം, കൊണ്ടുവന്നവരുണ്ടെങ്കിൽ ഒരവസ്ഥ പറയുകയാണ് ഈ പറഞ്ഞത്. അപ്പോൾ പുറകെ കാര്യം ഇങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ തന്നെ കാര്യം പോവുക. അവിടെ പോയി ഇരുന്നു, ആരുടെ സാധനം ഇല്ല, അതിൻ്റെ മൊത്തം നോക്കിക്കൊള്ളണം ഇല്ല.
അതിന് സമയമില്ല. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സ്വന്തം ചോര, നമ്മുടെ സ്വന്തം ഉപ്പ, അവർക്കൊന്നും കൊടുക്കാൻ നമുക്ക് സമയമില്ല എന്നുള്ളത് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ്. നമ്മൾ BA MBO BCCയോ MAയോ എന്ത് ബിരുദെടുത്താലും ഈ റിലേഷൻ കൃത്യമായിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നീട് കണ്ണ് കടിക്കേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഒരു 10 മിനിറ്റിലൊന്ന് കണ്ണ് പൊട്ടിയിട്ട് ഒന്ന് ആത്മാർത്ഥമായ വിഷയത്തിലേക്ക് പോവുക. ഇതൊന്ന് കണ്ണ് പൊട്ടിക്കട, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിട്ട് ഓണമൊക്കെ പറഞ്ഞോ. കണ്ണെല്ലാവരും കൂട്ടിക്കണം ഇൻഷാ അല്ലാഹ്. ഒരു 10 മിനിറ്റ് ഓണം വിഷയം തീരും. എല്ലാവരും കൂട്ടിയില്ലേ? നമ്മൾ പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഈ ബന്ധത്തെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, അവരാണ് നമുക്കെല്ലാം. അവരില്ലെങ്കിൽ നമ്മുടെ ജീവിതം നിരർത്ഥകമാണ്. ഒരിക്കലും അതിന് അർത്ഥം കണ്ടെത്താൻ വേണ്ടി കഴിയില്ല. അതിന് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഇന്ന് ഇന്ന് ശനിയാഴ്ച ക്ലാസ്സെല്ലാം കഴിഞ്ഞു. 3:30 മണിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 3:30 മണിക്ക് നമ്മുടെ ക്ലാസ്സെല്ലാം വിട്ടു, സ്കൂൾ വിട്ടു, ബെല്ലടിച്ചു, സ്വലാത്ത് ചൊല്ലി. അങ്ങനെ നമ്മളെല്ലാവരും സ്കൂളിൽ നിന്ന് പടിയിറങ്ങി താഴോട്ടേക്ക് ബാഗുമായിട്ട് പുറത്തേക്ക് പോവുകയാണ്. നമ്മുടെ ചെരുപ്പൊക്കെ ധരിച്ചു പോകാനുള്ള വാഹനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ വാഹനത്തിലേക്ക് സംഘമായും ഒറ്റയായും എല്ലാവരും കയറുന്നു, സീറ്റ് പിടിക്കുന്നു, സൈഡിലിരിക്കുന്നു. അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറി. അങ്ങനെ എല്ലാവരും ആയി എന്നറിഞ്ഞപ്പോൾ ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വണ്ടി പോയി. അങ്ങനെ കുന്നമംഗലം ടൗണിൽ കൂടി അല്ലെങ്കിൽ മറ്റു ഭാഗത്ത് കൂടി വാഹനം ഇങ്ങനെ നമ്മുടെ വീട് ലക്ഷ്യമാക്കി മെല്ലെ മെല്ലെ വാഹനം ഇങ്ങനെ പോവുകയാണ്. ഏകദേശം നമ്മുടെ വീടെടുത്താനായി ഒരു അരമണിക്കൂർ 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലെത്തുമല്ലോ. അങ്ങനെ വീട്ടിന്റെ പടിക്കലേക്ക് നമ്മുടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വീട്ടിലേക്ക് അടുക്കും തോറും അങ്ങനെ ഇങ്ങനൊക്കെ ഒരുപാട് വാഹനം വരുന്നുണ്ട്. കാർ ഇങ്ങനെ വരുന്നുണ്ട്, ബൈക്ക് വരുന്നുണ്ട്, ഏതെല്ലോ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർ ചോദിച്ചു, പിന്നെ ബസ് അങ്ങോട്ട് പോവില്ലല്ലോ മോളെ, ഇനി ഇവിടെ ഇറങ്ങിയിട്ടങ്ങ് നടക്കൂലെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആയിക്കോട്ടെ സാരമില്ല, നിങ്ങൾ അങ്ങോട്ട് വന്ന് ബ്ലോക്കിൽ കൊടുക്കണ്ടല്ലോ. അങ്ങനെ ബസ് വൈകിക്ക് നിർത്തിയിട്ട് നമ്മൾ കുറച്ചങ്ങോട്ട് നടന്നു. നമ്മളിങ്ങനെ നടക്കുമ്പോൾ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. ഇതേതൊക്കെ ആൾക്കാർ? അതിൻ്റെ കുടുംബക്കാരുണ്ടല്ലോ, ദൂരെയുള്ള കുടുംബക്കാരുണ്ട്, അയൽവാസികളുണ്ട്, നാട്ടുകാരുണ്ട്. ഇതെല്ലാം എവിടത്തേക്കാണ് വന്നത്? ഇവിടെ കല്യാണമോ അല്ലെങ്കിൽ മറ്റു പരിപാടിയൊന്നും കേട്ടിട്ടുമില്ല. ഇതൊക്കെ എവിടെ നിന്ന് വന്ന ആൾക്കാരാണ്? അങ്ങനെ മെല്ലെ മെല്ലെ മുന്നോട്ട് പോയി. പിന്നെ ആൾക്കാരെണ്ണം കൂടി വരികയാണ്. റോഡ് സൈഡൊക്കെ കാറ് നിർത്തിയിട്ടുണ്ട്, വണ്ടിയൊന്നും പോകുന്നില്ല. അങ്ങനെ ആൾക്കാരൊക്കെ കയറി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, എൻ്റെ പുറത്തേക്കാണ് ആൾക്കാരൊക്കെ കയറുന്നത്. എൻ്റെ പുറകിൽ ആൾക്കാരൊക്കെ കയറി ഇരിക്കുന്നത്. കറിയാൾ മുറ്റത്തിരിക്കുന്നുണ്ട്, കറിയാൾ ചേതിയിലിരിക്കുന്നുണ്ട്, വാതിക്കൽ ഇരിക്കുന്നുണ്ട്, കറിയാളെന്നുള്ള സംസാരിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, കുസലേശം നടത്തുന്നുണ്ട്. അങ്ങനെ ഞാൻ മെല്ലെ വീട്ടിലേക്ക് കയറി. ഞാൻ മെല്ലെ അതിൻ്റെ ഇടയിൽ കൂടി ആരും കാണാതെ മെല്ലെ ഉള്ളിലേക്ക് കയറി. ഉള്ളിൽ കയറിയിട്ട് ആരെയും കാണുന്നില്ല, ഉമ്മാനെ കാണുന്നില്ല. ഉപ്പ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, മേശയിൽ തലയും വെച്ച് ഉപ്പ അവിടെ ഇരിക്കുന്നുണ്ട്. അനിയൻ അപ്പുറത്തെ ബെഡ്റൂമിലുണ്ട്. ഞാൻ മെല്ലെ ഉള്ളിലേക്ക് പോയി, ഓരോ സ്ഥലത്ത് നോക്കി. അപ്പൊ ചോദിച്ചു, എന്താ ആരൊന്നും മിണ്ടുന്നില്ലല്ലോ, ആരൊന്നും പറയാത്തത്, ആരൊന്നും സംസാരിക്കുന്നില്ല, ആർക്കും മിണ്ടാട്ടയില്ല. ഞാൻ അനിയൻ്റെ അടുത്ത് പോയി, അനിയനെ പിടിച്ചു, മോൻ ഇനി എന്താന്ന് പറ, എന്താ സംഭവം ഇവിടെ കറി ആൾക്കാരെ കാണുന്നുണ്ടല്ലോ, എന്താ ഇവരൊക്കെ, എന്താ ഇവരെല്ലാം വന്നത്? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചോദിച്ച് ആരൊന്നും സംസാരിക്കുന്നില്ല, മിണ്ടുന്നുമില്ല, എനിക്ക് ഉത്തരം കിട്ടുന്നുമില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഉപ്പ എന്നെ വിളിച്ച് മെല്ലെ അടുത്തേക്ക് വന്നിട്ടൊന്ന് തലോടി, ഒന്ന് എന്നോട് ചേർത്ത് മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു. സാരില്ല മോളെ എന്ന് പറയും. അതിന് ഉപ്പ എന്താ സാരില്ല എന്ന് പറയുന്നത് എന്നിങ്ങനെ ഉപ്പ ഞാൻ ചോദിക്കും. ഉപ്പ ഒന്നും പറയുന്നൊന്നുമില്ല, ആൾക്കാരൊന്നും മിണ്ടുന്നില്ല, ചോദിക്കുന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ആംബുലൻസിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആംബുലൻസ് ഇങ്ങനെ വലിയ ആംബുലൻസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആംബുലൻസ് ഇങ്ങോട്ടേക്കാണല്ലോ പഠിച്ചത് വരുന്നത്. അത് ബാക്ക് സൈഡ് ഇങ്ങോട്ടേക്ക് വീട്ടിൻ്റെ വാതിക്കലേക്ക് ഇങ്ങനെ അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വാതിക്കലേക്ക് മെല്ലെ ആ ആംബുലൻസ് അടുപ്പിച്ച് അതിൻ്റെ ഡോറ്, അത് ആൾക്കാർ അപ്പുറത്തേക്ക് ഒരു മരത്തിൻ്റെ കട്ടിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മേലെ ആ കട്ടിലേക്ക് ഈ വെള്ള തുണിയിൽ പൊതിഞ്ഞ വസ്തുവിനെ അവിടെ കൊണ്ടുപോയി വെച്ചു. ഇത് കാണുമ്പോഴേക്കും ഉപ്പ വേഗം പോയി, ഉപ്പ അടുത്തേക്ക് പോയിരുന്നു. അനിയൊന്നും കൊണ്ടുന്നില്ല, പെങ്ങളും കൊണ്ടുന്നില്ല. എന്നെ മെല്ലെ ഉപ്പ അടുത്ത് കൊണ്ടുപോയി അടുത്തിരുത്തി. എന്നിട്ട് മെല്ലെ ആ വെള്ള തുണി ഒന്ന് കഴിച്ചാൻ പറഞ്ഞു, അത് കഴിച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് കഴിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതാരവിടെ കിടക്കുന്നത്? ആരെ ഇത്?
ഞാൻ കുറേ വിളിച്ചു നോക്കി, മുഖം തട്ടി നോക്കി, കണ്ണ് തുറന്നു നോക്കി, മൂക്ക് പഞ്ഞിയേണ്ടത് മാറ്റി നോക്കി. എൻ്റെ ഉമ്മക്ക് എന്താ പറ്റിയത്? എൻ്റെ ഉമ്മയാണല്ലോ ഇത്. എൻ്റെ ഉമ്മ പടച്ച റബ്ബേ, എൻ്റെ ഉമ്മ ഇവിടെ കിടക്കാണല്ലോ. ഉമ്മാക്ക് എന്താ പറ്റിയത്? ഉപ്പയൊന്നും മിണ്ടുന്നില്ല, മോളെ ഒന്നും പറയുന്നില്ല, എല്ലാം പെട്ടെന്നായിരുന്നു, ക്ഷമിക്കണം, ഉമ്മാന്റെ യാത്രാ സമയമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ നാസ്ത റെഡിയാക്കിയതിൽ കരമ്പീൻ ഉമ്മാനോട് ഒന്ന് വേഗം ആക്കണ്ടേ, എൻ്റെ വണ്ടി വന്നിട്ട് അറിയില്ലേ, നിങ്ങളെന്താ സമയത്തിനാക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച് പോയതാ. സുബ്ഹാനല്ലാഹ്, ഞാൻ തിന്ന ഭക്ഷണം കറി ആവാത്തത് കൊണ്ട് ഞാൻ തിന്ന പത്തിരിന്റെ കഷ്ണം ചാടിയിട്ട് ഞാൻ പോയത്. ആ പ്ലേറ്റ് ഉമ്മ കഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്റെ ഡ്രസ്സെല്ലാം അലക്കാൻ വേണ്ടി ബക്കറ്റിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കണ്ടു. ഉമ്മയുടെ പഴയ മാക്സി അവിടെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, മാക്സി ഞാൻ മെല്ലെ ഒന്ന് മണത്തു. ഇതുവരെ ഞാൻ എൻ്റെ കൈ കൊണ്ട് അലക്കാത്ത, ഇതുവരെ ഒരു സമയം പോലും ഞാൻ മുത്തം വെക്കാത്ത ഉമ്മാന്റെ പഴയ മാക്സി അതിലൊന്ന് പിടിച്ചു നോക്കി. എൻ്റെ ഉമ്മ തന്നെയാണോ എന്ന് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം പറഞ്ഞ് കുളിപ്പിക്കാൻ സമയമായിട്ടുണ്ട്, ഇതൊന്ന് മാറിക്കൊടുക്ക്. എൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ പിടിച്ച് എന്നെ പിടിച്ചു മാറ്റി എന്നെ അപ്പുറത്തെ റൂമിലേക്ക് അടുത്തി. ആ കട്ടിൽ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ഉമ്മാനെ പെണ്ണുങ്ങളൊക്കെ കൊണ്ടുപോയി കുളിപ്പിച്ച് റെഡിയാക്കി. അപ്പോഴേക്കും പള്ളിയിൽ ഉസ്താദുമാരൊക്കെ വന്നിട്ടുണ്ട്. ഉസ്താദ്മാർ പറഞ്ഞു, ആജിക്ക സമയം ആയിട്ടുണ്ട്, നിസ്കാര ടൈം 6 മണി പറഞ്ഞതാണ്, അതുകൊണ്ട് അധികം താമസിച്ചുകൂടാ, വേഗം കൊണ്ടുപോകണം. അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് ഉസ്താദ് ഈ ഫാത്തിഹ ഓതി, യാസീൻ ഓതി, അവസാനം റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഉപ്പ ചോദിച്ച്, കൊണ്ടുപോകാനേ ആരെങ്കിലും ഇനി കാണാൻ ബാക്കിയുണ്ട്, അവസാനം കാണേണ്ട ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഇപ്പുറത്തെ റൂമിൽ കിടക്കുകയാണ്. എൻ്റെ ഉമ്മാൻ അവസാനത്തെ ഒരു കാഴ്ച. ഞാൻ വേഗം പോയി ഒന്ന് ചുണ്ട് ചേർത്ത് പിടിച്ച് ഒരു ഉമ്മം കൊടുത്തു. ഇതുവരെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു വട്ടം പോലും ഞാനൊരു മുത്തം കൊടുത്തിട്ടില്ല, ഒരു ചുംബനം കൊടുത്തിട്ടില്ല, ഒന്ന് കൈ കൊണ്ട് പിടിച്ചിട്ടില്ല. ഉമ്മ നല്ല തണുപ്പുണ്ടല്ലോ, ആ ഉമ്മാന്റെ കണ്ണുനീര് ഇതുവരെ ഞാൻ തുടച്ചു കൊടുത്തിട്ടില്ല. ആ ഉമ്മാനെ ഞാൻ 2-3 വട്ടം ചുംബിച്ചു. ഉപ്പ പറഞ്ഞു, മോളെ സമയമില്ല, വേഗം കൊണ്ടുപോകണം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ആണുങ്ങളൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടി അവസാനത്തെ യാത്രയായപ്പോൾ ഞാൻ ജനവാദിൻ്റെ ഇടയിൽ കൂടി നോക്കി. ആ മയ്യത്ത് കട്ടിലിൽ മെല്ലെ മെല്ലെ ആംബുലൻസിൽ കയറ്റി ആൾക്കാരൊക്കെ ബേക്കിൽ നടന്ന് അത് മെല്ലെ മെല്ലെ മുന്നോട്ട് പോയി. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അടുക്കളയിൽ നോക്കി, അവിടെ ആരുമില്ല, കുളിമുറിയിൽ ആരില്ല, അലക്കല്ല ബാക്കിയില്ല, അലക്കാൻ ആളില്ല. ഉമ്മാന്റെ അലമാര ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. അത് മെല്ലെ തുറന്നു നോക്കി, അലമാരയിൽ എന്തെങ്കിലും ഉണ്ടോ. അങ്ങനെ ഞാൻ അന്വേഷിച്ചു എന്താ ഉമ്മാക്ക് പറ്റിയത്. അപ്പോ ഇളയ മോൻ പറഞ്ഞു, ഇങ്ങനെയല്ലേ കാരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ ഞെട്ടിപ്പോ, എന്താ അത്? ഉമ്മ ഇന്നലെ ഉച്ചക്ക് ഫാൻ റെഡിയാക്കാൻ വേണ്ടി കയറിയതായിരുന്നു. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ത്, ഉമ്മ ഫാന് കാറ്റില്ല, നാളത്തേക്ക് റെഡിയാക്കണം. ഉമ്മ പറഞ്ഞു, പണിക്കാരൊന്നും കിട്ടുന്നില്ല, അതൊന്ന് പറഞ്ഞ കാര്യമില്ല, ഇങ്ങനെ റെഡിയാക്കണം എന്ന് പറഞ്ഞ് ഞാനിങ്ങ് പോതാ. ഉമ്മ 2 കസേര വെച്ച് അതിന് മുകളിൽ ടേബിൾ വെച്ച് ഫാൻ റെഡിയാക്കിയതാ. അത് ഊരി വീണ് തലയടിച്ചിട്ടാന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ആ ഫാനിന്റെ കാറ്റ് വേണ്ടല്ലോ, ഉമ്മ പോയല്ലോ. അലമാര തുറന്ന് അലമാരയിൽ നിന്ന് ഉമ്മാന്റെ പഴയ ഡ്രസ്സ് ഒക്കെ ഉണ്ട്, അതിന്റെ കൂട്ടത്തിലൊരു പേഴ്സ് ഉണ്ട്. ആ പേഴ്സ് എടുത്തു നോക്കിയപ്പോ ഉമ്മാന്റെ ഒരു പഴയ മാല വിറ്റ റെസീറ്റ് ഏതോ സ്വർണ്ണാഞ്ജലിയിലോ സ്വർണ്ണമഹലോ കൊണ്ടുപോയി വിറ്റിട്ടുണ്ട്. എന്റെ അതിന്റെ കൂടെ ഒരു ചെയിന്, നല്ല സ്വർണ്ണ ചെയിന് എന്റെ അതിൽ എഴുതി വെച്ചിട്ട്, ഇതെന്റെ ഫാത്തിമാന്റെ കല്യാണത്തിൽ ഞാൻ വാങ്ങി വെച്ചതാണ്, അവർക്ക് കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, ഇത് ഞാൻ ധരിക്കണം എന്ന് ഉമ്മ പറയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2-3 ദിവസം കഴിഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. സ്കൂളിലേക്ക് പോകണമല്ലോ. ക്ലാസ് തുടങ്ങി മെല്ലെ വണ്ടി വന്നു. അതിൽ കയറി തിരിച്ചു പോകുമ്പോൾ, പള്ളിക്കാടിൻ്റെ അടുക്കലേക്ക് വണ്ടി പോകുമ്പോൾ ദൂരെ ഒരു മൈലാഞ്ചി ചെടി ഇങ്ങനെ ആടിക്കളിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ മൈലാഞ്ചി പറയാണ്, മോളെ നോക്കണേ, ഓടുമ്പോൾ നോക്കണേ, കുഞ്ഞുങ്ങളെ നോക്കണേ, വീഴല്ലേ, വേദനിക്കല്ലേ, ഭക്ഷണം കഴിക്കണേ, നാശയിക്കണേ, വെള്ളം കുടിക്കണേ, സ്കൂളിൽ വേഗം വരണേ, ആരെങ്കിലും തിരിഞ്ഞു കളയല്ലേ. ഇതിങ്ങനെ ആ മൈലാഞ്ചി ചെടികൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
മോളെ എനിക്ക് അറിയില്ലേ, അന്നൊരു കല്യാണത്തിന് പോയപ്പോ, നിന്റെ ചങ്ങായിമാരെ കല്യാണത്തിന് പോയപ്പോ ഫസ്റ്റ് ഞാൻ വിളിച്ചു ചോദിച്ചു, മോളെ എവിടെയാ പോയത് കല്യാണത്തിന്? ആ ഉമ്മ എന്റെ ഫ്രണ്ടിന്റെ കല്യാണ, നോക്കണേ ബസ് കിട്ടീനോ? ബസ് കിട്ടി, ഞാൻ കല്യാണപ്പുറക്കെത്തി, ഭക്ഷണം കഴിച്ചോ? പിന്നെയും വിളിച്ചു, ഭക്ഷണം കിട്ടീനോ? അപ്പൊ മോള് പറഞ്ഞു ആ ഭക്ഷണം കിട്ടി, ഞാൻ ഭക്ഷണം കഴിക്കാണ്. മോളെ തിരിച്ചു വരാൻ വണ്ടിയുണ്ടോ? അപ്പോ ചങ്ങായിമാർ പറഞ്ഞു എല്ലാം മോളെ ഇഞ്ചി ഉമ്മാക്ക് ഞിമ്പറിയാ, ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നു വീണ്ടും വീണ്ടും, ഇതെന്താ ഇത്? അപ്പൊ നാലാമത് ഉമ്മ വിളിച്ചപ്പോ പറഞ്ഞു, ഉമ്മ ഇനി മേലെ വിളിച്ചോളും കേട്ടോ, ഇനി എന്തെങ്കിലും ഞാൻ അങ്ങോട്ട് വിളിച്ചോളും, ഞാൻ അങ്ങോട്ട് വിളിക്കുന്നൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ദേഷ്യത്തിലൊന്ന് പറഞ്ഞു. ഇനി എന്റെ ഫോണിൽ ഉമ്മ എന്ന കോണ്ടാക്ട് ഒരു കോളും വരൂല, നിനക്ക് ഒരു കാര്യവുമില്ല. ആ ഉമ്മാന്റെ പൊരുത്തമാണ്, ആ ഉപ്പാന്റെ പൊരുത്തമാണ്, ഉസ്താദുമാരുടെ പൊരുത്തമാണ് നമ്മുടെ ജീവിതം. ഞാൻ ഏതോ കണ്ടു വെച്ചൊരു ചെറുക്കന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ നിനക്ക് ജീവിതമുണ്ടെങ്കിൽ നീ ആസ്വദിക്കുക. പക്ഷെ അവരെ കണ്ണുനീർ ഒട്ടിച്ചാൽ അത് ശാപമാണ്, അതൊരിക്കലും അവസാനിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ആ ഉമ്മാന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ വേണ്ടി കഴിയുക. അൽബക്കറിൽ പഠിക്കുന്ന ഒരു അമാനിയായ ഒരു മുത്തഅല്ലിമുണ്ട്. ആ മുത്തഅല്ലിമിനോട് എപ്പോഴും സുബഹിക്ക് മുമ്പ് അവൻ പുറത്തു പോകും, വീട്ടിലേക്ക് പോകും. അടുത്ത് തന്നെയാണ് വീട്. അപ്പൊ ഉസ്താദ് പറയും, മോനെ എന്തിനാ വീട്ടിലേക്ക് പോയത്? മോനൊന്നും പറഞ്ഞില്ല. 2, 3, 4 ദിവസം ഇങ്ങനെ ആവർത്തിച്ചപ്പോ 4ാമത്തെ ഒരു ദിവസം ആ മോൻ പറഞ്ഞു, ഉസ്താദെ എൻ്റെ ഉമ്മാക്ക് മലബന്ധത്തിന്റെ അസുഖമുണ്ട് എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് കക്കൂസിൽ ഇറങ്ങിയാൽ പൂർണ്ണമായി അത് പോകുന്നില്ല, കഷ്ടപ്പെടുന്നു, ഗുളിക കഴിക്കുന്നുണ്ട്, പഴം കഴിക്കുന്നു, ചൂടുവെള്ളം കുടിക്കും, എന്നിട്ടും മലം പുറത്തേക്ക് പോകുന്നില്ല. അങ്ങനെ ഞാൻ സുബഹിക്ക് പോയിട്ട് ഉമ്മ ബാത്റൂമിൽ പോയാൽ എൻ്റെ വായി ആ മലം പുറത്തേക്ക് പോകുന്ന ഭാഗത്ത് വലിച്ചു പിടിച്ച് ഉമ്മാന്റെ കാഷ്ടം ഞാൻ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് എന്ന് ഒരു മുത്തഅല്ലിം പറയുമ്പോൾ, ഉമ്മാന്റെ തുപ്പനീരായിപ്പോയപ്പോ ദേഷ്യം പിടിച്ചവര്, ഉമ്മയോടൊന്ന് കറുപ്പിച്ച് സംസാരിച്ചവര് ചിന്തിക്കുക. അവരൊന്നും പറയൂലേ, അവർക്കൊരു പ്രതികാരമില്ല, ദേഷ്യമില്ല, എല്ലാം കടിച്ചൊതുക്കും. ആ കണ്ണുനീര് കരിനീലായി അവരെ മനസ്സിലുണ്ടാകും. അവരാരും വേദനിപ്പിക്കരുത്. ഈ അടുത്തൊരു സംഭവം കണ്ടില്ലേ, കണ്ണൂർ ജില്ലയിൽ ഒരു കുടുംബം ബാംഗ്ലൂരിൽ പോകാൻ വേണ്ടി അവർ ട്രിപ്പിന് പോയതാണ്. ടൂറിന് പോയി. ഒപ്പം ചെറിയ മോൻ പറഞ്ഞു, ബാപ്പ ഉമ്മാനെ കൂട്ടുന്നില്ലേ? ആ ഉമ്മാനെ കൂട്ടാൻ അവർ പറഞ്ഞു, ബാംഗ്ലൂരിൽ പോയില്ലേ, ഉമ്മ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മാനെ വീട്ടിൽ തന്നെ ആക്കി അവര് പോയി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയ ഒരു കൂട ഉണ്ടല്ലോ, വണ്ടിയൊക്കെ നിർത്തി വെക്കുന്ന ഒരു ചെറിയ റൂം, അവിടെ ഉമ്മാനെ അവിടെ താമസിപ്പിച്ച് 2 പ്ലേറ്റിൽ ചോറും കൊടുത്ത് അവർ ബാംഗ്ലൂരിലേക്ക് പോയി. പക്ഷെ അതിനെ കണ്ടു പറഞ്ഞപ്പോൾ വിഷയത്തിലേക്ക് കടക്കാണ്. അങ്ങനെ അവർ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ ആ നാട്ടുകാർ പറഞ്ഞു, ആ വീട്ടിൽ എന്തൊരു മണം വരുന്നുണ്ടല്ലോ, മണം അടിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയപ്പോൾ സുബ്ഹാനല്ലാഹ്, ആ റൂമിൽ, ആ വാടക റൂമിൽ ഒരു ശവം അവിടെ കിടക്കുകയാണ്. 2 മാസം ടൂറിന് പോയി തിരിച്ചു വരുമ്പോഴേക്കും ആ ഉമ്മ ഭക്ഷണം കഴിക്കാതെ മരിച്ചുപോയി. എത്രത്തോളം അവർ കൊടുത്ത് സ്റ്റീലിന്റെ പ്ലേറ്റാണ് ചോറ് കൊടുത്തത്. ആ ഉമ്മ സ്റ്റീലിന്റെ പ്ലേറ്റ് കടിച്ച് അതൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട്. അത് അകത്ത് ചെന്നുകൊണ്ടാണ് ഈ ഉമ്മ മരണപ്പെട്ടു പോയത്. വലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ, അവരോട് ചേ എന്നൊരു വാക്കുപോലും പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ച സുന്ദരമായ ഇസ്ലാമിന്റെ ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങൾ നമ്മളൊരു വീഡിയോസ് തമാശക്ക് കാണുമ്പോൾ ഉമ്മ നിർത്തി നോക്കും ഫോണിലേക്ക്, നിങ്ങൾക്ക് നമ്മുടെ കാര്യം എന്ന് ചോദിക്കില്ല, ഓർക്കും കാണിച്ചു കൊടുക്കുക, അവരോട് ഒരുമിച്ചിരുത്താം, ഒരു സ്നേഹം കൊടുക്കുക, എന്ന് തിരിച്ചു പോയെങ്കിലും ഒരു കയ്യിൽ നിന്ന് പിടിക്കുക, ഒരു ചുംബനം കൊടുക്കുക, സലാം പറയുക, ഇവിടേക്ക് വരുമ്പോൾ കൈ പിടിക്കുക, ഒരു മുത്തം കൊടുക്കുക, ഒന്നും കുറഞ്ഞു പോവില്ല, കൂടുകയേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം പൊരുത്തമുള്ള നല്ല മക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സംസാരിക്കുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നിങ്ങളും ഒരു ഉമ്മയും സമൂഹമായി മാറുന്നവരാണ്. അത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കെല്ലാം ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ